ഹരികുമാർ സാർ, ഗൾഫ് പണം കൊണ്ട് നിലനിന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വിദേശ പണം നേരത്തെ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. നിലവിൽ പത്തനംതിട്ടയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏറ്റവും കൂടുതൽ പൂട്ടി കിടക്കുന്ന വീടുകളുള്ളൊരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല. കുറേയധികം വയസ്സായ ആളുകൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് ഇത്തരത്തിലുള്ളൊരു വലിയ അപകടം സംഭവിച്ചത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു സാമ്പത്തിക സാമൂഹിക മേഖലയ്ക്കൊക്കെ വലിയ തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത്. വിദേശ പണം നിലവിൽ ഏറ്റവും കൂടുതൽ വരുന്ന ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് മലപ്പുറമുണ്ട്. മൂന്നാം സ്ഥാനത്ത് തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇങ്ങനെയാണ്. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയെ മറികടന്നുകൊണ്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിലേക്ക് മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു അപകടം അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ ഒരു ചോദ്യം എന്നോട് ഗൗതം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് 26 വർഷം പുറകോട്ട് പോവുകയാണ്. 2000 ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ പത്തനംതിട്ട ജില്ലാ ലേഖകനായിട്ട് ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ചെയ്ത എൻ്റെ പേര് വന്ന ആദ്യത്തെ വാർത്ത സാമ്പത്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ആ വാർത്ത എനിക്ക് അന്നത്തെ അവിടുത്തെ ലീഡ് ബാങ്ക് മാനേജരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ആ വാർത്ത ചെയ്യുന്നത്. ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിലെ ഏറ്റവും അധികം വിദേശ റെമിറ്റൻസ് ഉള്ള ജില്ലയാണ് പത്തനംതിട്ട എന്നുള്ളതും, അതായത് പത്തനംതിട്ടയിലെ ബാങ്കുകളിൽ പണം കുമിഞ്ഞുകൂടുകയാണ്, ലോൺ എടുക്കാൻ ആരുമില്ല. ഈ ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ഉണ്ട്. അതായത് ബാങ്കുകൾ നിർബന്ധമായിട്ടും ഓരോ സംസ്ഥാനങ്ങളിൽ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഇത്ര ശതമാനം ആ സംസ്ഥാനത്ത് തന്നെ ലോൺ കൊടുക്കണം എന്നൊക്കെ നിയമമുണ്ട്. അതൊന്നും ബാങ്കുകളൊന്നും പാലിക്കാറില്ല എന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ എന്നിരുന്നാലും അത് ഒരു കാരണവശാലും പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈ ലോണുകളുടെയൊക്കെ ചുമതലയുള്ള ലീഡ് ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ഒരു സുഭിക്ഷിത അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമ്പത്തിക ഒരു മഹത്വം, ഇതൊക്കെയാണ് അതിൽ നിന്നും എനിക്ക് വ്യക്തമായത്. തിരുവല്ലയ്ക്കടുത്ത് കുമ്പനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ അന്ന് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് അതിന്റെ ശാഖ വരെ ഉണ്ട്. കേരളത്തിൽ എങ്ങും ഇല്ലാത്ത ബാങ്കുകളുടെ ഒക്കെ ബ്രാഞ്ച് ഈ കുമ്പനാട്ടുണ്ടായിരുന്നു. നമ്മൾ അതിശയിക്കുമായിരുന്നു, ഒരു നിര ഇങ്ങനെ ബാങ്കുകൾ കാണാം. അതൊരു പ്രതാപകാലം. അതൊക്കെ ഇപ്പൊ പോയി മറഞ്ഞിട്ട് ഇന്ന് കേരളത്തിൽ എത്തുന്ന റെമിറ്റൻസിന്റെ വെറും 4.3% എന്തോ ആണ് പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ കാര്യത്തിൽ 10ാം സ്ഥാനത്താണ് കേരളത്തിലെ ജില്ലകൾക്കിടയിൽ പത്തനംതിട്ട. 1ാം സ്ഥാനം കൊല്ലം ജില്ലയ്ക്കാണ്. ഏതാണ്ട് 18%, അതായത് 17.8% റെമിറ്റൻസ് കേരളത്തിലേക്ക് വരുന്നത് കൊല്ലത്തോട്ടാണ്. 2ാം സ്ഥാനം മലപ്പുറത്തിനാണ് 16.3. 3ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ് 10.something. 4ാം സ്ഥാനം തൊട്ടടുത്ത് തന്നെ 9%-ഓളം റെമിറ്റൻസ് വരുന്നത് തൃശ്ശൂരിനാണ്. അപ്പോ ഈ എന്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് ഈ റെമിറ്റൻസ് വരവ് നിന്നത്? പത്തനംതിട്ടക്കാരൊക്കെ ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ദരിദ്രരായോ എന്നൊരു ചോദ്യമുണ്ട്. സംഭവം വേറൊരു കാര്യമാണ്. ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മൈക്രോകോസം എന്ന ഒരു പരിച്ഛേദമാണ്. ഇംഗ്ലീഷിൽ അതിന് മൈക്രോകോസം എന്ന് പറയും. ഈ പരിച്ഛേദം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ശരീരത്തിന്റെ ചില ഭാഗത്ത് അതിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ആഘാതം ഉണ്ടാകും. പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്തനംതിട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പത്തനംതിട്ട നാളത്തെ കേരളമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഗൗതം പറഞ്ഞ പോലെ കേരളം റെമിറ്റൻസിനെ ആശ്രയിച്ചിരിക്കുന്ന നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പണ്ട് അത് ആരായിരുന്നു പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന്. അതിനെ ഒന്ന് മാറ്റിയെടുത്ത് പണ്ടൊരു സുകുമാർ എന്നൊരു ഹാസ്യ സാഹിത്യകാരനുണ്ടായിരുന്നു. അദ്ദേഹമാണെന്ന് തോന്നുന്നു പണ്ടൊരിക്കൽ പറഞ്ഞു, പേർഷ്യ
ധനം സർവ്വധനാൽ പ്രധാനമെന്ന്. കാരണം പണ്ട് ഗൾഫ് എന്നല്ലായിരുന്നു പറയുന്നത്. ഉം, ഉം. പണ്ട് മലയാളികളൊക്കെ പേർഷ്യ പോയി എന്നായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് വടക്കൻ കേരളത്തിൽ എങ്ങനെ ആയിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. തെക്കൻ കേരളത്തിലൊക്കെ ഈ വിദേശത്ത് പോകുന്നവരെ പേർഷ്യക്കാരൻ വരുന്നു എന്നാണ് പറയുന്നത്. അതെ അതെ. പേർഷ്യ എന്നായിരുന്നു പറയുന്നത്. ഒരുപക്ഷെ ആദ്യം ഇറാനിലോട്ടായിരിക്കാം, പേർഷ്യയിലോട്ടായിരിക്കാം നമ്മുടെ പോയിട്ടുള്ളത്. ഈ ടെഹ്റാനിലൊക്കെ പോയ ആൾക്കാരെ എനിക്കറിയാം. ഞാന് ഈ ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനിത് കണ്ടിട്ടുണ്ട്. പണ്ട് പേർഷ്യയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെ. അപ്പോ ആ, പേർഷ്യാധനം സർവ്വധനാൽ പ്രധാനമായ കേരളത്തിൽ, അതായത് റെമിറ്റൻസ്, വിദേശത്തു നിന്ന് അയക്കുന്ന പണം സുപ്രധാനമായിട്ടുള്ള കേരളത്തില്, ആ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ ട്രെൻഡാണ് പത്തനംതിട്ടയിൽ നമ്മൾ കാണുന്നത്. പത്തനംതിട്ടയിൽ നമ്മൾ കാണുന്നത് ഗൾഫിലോട്ടുള്ള കുടിയേറ്റം നിന്നിട്ട് ആൾക്കാര് യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങള്, ഇവിടേക്കൊക്കെയുള്ള കുടിയേറ്റം വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ പൈസ കാണത്തില്ല. അവിടെ ചെല്ലുന്നവർക്ക് പെർമനന്റ് റെസിഡൻസിയും സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ തന്നെ തുടരും. ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മലയാളിയുടെ ആദ്യ കുടിയേറ്റം നടന്നത് പിന്നെ സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലോട്ടായിരുന്നു. അന്ന് സിംഗപ്പൂർ ഇല്ല, മലേഷ്യ, പെനാങ്കിലോട്ടായിരുന്നു. ഇപ്പൊ കേരളത്തിലെ ആ ഒരു കാലഘട്ടത്തിൽ ധാരാളം, ഇപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ പലരും ഞങ്ങളുടെ പൂർവികര് പെനാങ്കിൽ ജോലി ചെയ്തിരുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിരുന്നവരാ. പഴയകാല പല ആൾക്കാരും, ഇപ്പം ഒരു വലിയ തമിഴ് പാട്ടുകാരനുണ്ടായിരുന്നു, മലേഷ്യ വാസുദേവൻ. മലേഷ്യ വാസുദേവൻ യഥാർത്ഥത്തിൽ മലയാളിയാണ്. പക്ഷേ സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ പോയ മലയാളികൾ പിന്നീട് അവരുടെ മലയാളിത്തം പോലും നഷ്ടപ്പെട്ടു. സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ആയിരുന്ന ദേവൻ നായർ മലയാളിയാണ്. പിന്നെ ഇപ്പോഴും ധാരാളം മലയാളികളുണ്ട് അവിടെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന. കാരണം പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം, ജെ.വൈ. പിള്ള എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ വലിയ എനിക്ക് വിദേശകാര്യ മന്ത്രിയായിരിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അങ്ങനെ ഒരുപാട് വലിയ പ്രഗത്ഭർ ഇന്ത്യക്കാരുണ്ട്. തമിഴന്മാരാണ് മലയാളികളെക്കാൾ കൂടുതൽ. പക്ഷെ മലയാളിക്ക് തമിഴിനോടോ അത്രയും ഇല്ലെങ്കിലും മലയാളി നിർണായകമായിരുന്നു. പക്ഷെ അങ്ങ് ലയിച്ചുപോയി. അതുപോലെ മ്യാൻമറിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. നമ്മുടെ സാഹിത്യകാരനായ യു.എ. ഖാദർ, അല്ല കണ്ടാൽ അറിയാമല്ലോ, മലയാളികളുടെ ലുക്ക് അല്ലല്ലോ. അയാളുടെ അമ്മ മ്യാൻമാറുകാരിയാണ്, റങ്കൂണാണ്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലും ഒന്നും കേരളത്തിന്റെ സാമ്പത്തിക ഘടനയിൽ പുരോഗതി ഉണ്ടായില്ല. കാരണം ഈ പോകുന്നവരൊക്കെ അവിടുത്തെ പൗരനാവാൻ പറ്റും, അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച തുടങ്ങിയത് മലയാളികൾ ഗൾഫിലേക്ക് കുടിയേറിയപ്പോഴാണ്. കാരണം അതിന് ഗൾഫാണ് ഉത്തരവാദി, അല്ലാതെ കേരളത്തിന്റെ മഹിമയൊന്നുമല്ല. ഗൾഫിൽ ആർക്കും പൗരത്വം കൊടുക്കത്തില്ല. ഗൾഫിൽ ഒരു വർഷം ആകെ ഇപ്പം UAE പൗരത്വം കൊടുക്കുന്നത് 50 പേർക്കായിരിക്കും ഒരു വർഷം പൗരത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ 100 പേർക്കായിരിക്കും. അപ്പോ അവിടെ പൗരത്വം കിട്ടാത്തത് കൊണ്ടും 60 വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടും നാട്ടിൽ സ്വത്തുണ്ടാക്കേണ്ടത് അവിടെ ജോലി ചെയ്യുന്ന ആളിന്റെ ബാധ്യതയാണ്. അത് കാരണമാണ് ഇങ്ങോട്ട് പൈസ അയച്ചത്. പക്ഷെ ഇപ്പോ അമേരിക്കയിലും അവിടെയൊക്കെ കുടിയേറാം. അവിടെയൊക്കെ പെർമനന്റ് സിറ്റിസൺഷിപ്പും റെസിഡൻസ്, പിന്നെ അല്ലെങ്കിൽ റെസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പോ ഇതെല്ലാം അവർക്ക് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവരാരും പൈസ അയക്കാതായി. പത്തനംതിട്ടയിൽ നിന്ന് ജില്ലയിൽ നിന്ന് പോകുന്ന ക്രിസ്ത്യാനികളാണ് കൂടുതൽ. ഈ ക്രിസ്ത്യൻ സമൂഹം തിരിച്ച് കേരളത്തിലോട്ട് വരുന്നില്ല. ഞാനീ പറഞ്ഞ ജോൺ സാമുവൽ ഇത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ നിരവധി ആൾക്കാര് അവിടെ വീടും പറമ്പും വിൽക്കാനിട്ടിരിക്കുകയാണ്, വാങ്ങിക്കാൻ ആളില്ല. കോട്ടയം ജില്ലയിൽ ഇതാണ് അവസ്ഥ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തോ ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു ജില്ലയാണല്ലോ പത്തനംതിട്ട ജില്ല. അവിടെ 61,000-ഓളം വരുന്ന വീടുകളാണ് അൺഒക്യുപ്പൈഡ് ആയിട്ട് കിടക്കുന്നത്, പൂട്ടിക്കിടക്കുന്നത്. ഗോസ്റ്റ് ഹൗസസ്, സൈലന്റ് വില്ലേജസ് എന്നൊക്കെയാണ് പലരും അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് പ്രതിസന്ധിയാണ് മൊത്തത്തിൽ കേരള സംസ്ഥാനത്തിന്, കേരളത്തിന്റെ ഖജനാവിന് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ആൾതാമസമില്ലാത്ത വീടുകളെ ടൂറിസം കേന്ദ്രങ്ങളാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതല്ലേ? അല്ല, ഗൗതം പറഞ്ഞതിൽ ഒരു തിരുത്ത് ഞാൻ വരുത്തുകയാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളല്ല, പത്തനംതിട്ട ജില്ലയിൽ ഹിന്ദുക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ അവിടെ നിന്ന് ഈ വിദേശത്തേക്ക് പോയതിൽ
കൂടുതൽ ക്രിസ്ത്യാനികളാണെന്നുള്ളത്. അത് ഞാൻ നമ്മുടെ ഒരു ഞാൻ തെറ്റിദ്ധാരണയാണ്. ഉദ്ദേശിച്ചത് പത്തനംതിട്ട ജില്ലയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം. ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനികളുള്ള ഏറ്റവും വലിയ ജില്ല എന്നാണ്. ഉം. ആ, ക്രിസ്ത്യാനികൾക്ക് നിർണായക സ്വാധീനവും സാന്നിധ്യവും ഉണ്ട് പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിലും. ആ, പക്ഷേ അവിടെ ഈ ഗൗതം പറഞ്ഞ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണമൊക്കെ ശരിയാണ്. കോട്ടയം ജില്ലയിലും ഇതേ അവസ്ഥയുണ്ട്. ഞാന് നമ്മുടെ അരുന്ധതി റോയിയുടെ ഒക്കെ പഞ്ചായത്തായ അയ്മനം പഞ്ചായത്തിന്റെ കാര്യം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു. അവിടെയൊക്കെ ധാരാളം വീടുകൾ വിൽക്കാനിട്ടിരിക്കുന്നു. ചെറിയ പൈസക്ക് വീട് കിട്ടാനുമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെയുള്ള ഒരു പ്രശ്നം, ഈ നമ്മൾ പറയുന്ന അത്ര വേഗത്തിൽ ഇത് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനോ കേരളത്തിലെ ടൂറിസം രംഗം തന്നെ അത്ര ഒരു വൈബ്രന്റ് ആണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. ഇന്ത്യയിലെ നമ്മൾ മലയാളികൾ വിചാരിക്കുന്ന കേരളത്തിലോട്ട് ഈ ചുമ്മാ ആൾ ഒഴിവാന്ന്. കേരളത്തിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്, കേരളമല്ല. ഈ പിന്നെ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽ ഉള്ളത്. പക്ഷെ കേരളത്തിൽ വലിയ കോസ്റ്റ്ലി ആണ് ടൂറിസം. കേരളത്തിലെ ഹോട്ടലുകളൊക്കെ ഇപ്പൊ ഒരു 6000-7000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കോക്കിൽ പോയിട്ട് നല്ല ഒന്നാം തരം 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം. കേരളത്തിൽ അത് കിട്ടില്ല. കേരളത്തിൽ 14,000-15,000 രൂപയൊക്കെ കുറഞ്ഞു കൊടുക്കേണ്ടി വരും. കേരളത്തില് ചിലവ് വളരെ കൂടുതലാണ്. അപ്പോ ഈ പറയുന്ന രീതിയിൽ ജയസ് അടൂരും ജോൺ സാമുവൽ അടൂരും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേരളത്തില് ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുമെന്ന്. നമ്മൾ വിചാരിക്കുന്ന പ്രകൃതി സൗന്ദര്യം ഒക്കെ തന്നെ ഈ പറയുന്നത്, ഇപ്പൊ ആസാമിൽ നിങ്ങൾ ചെല്ലുക, കേരളത്തിലെ അതേ പ്രകൃതി ഉള്ള തേങ്ങയും മാങ്ങയും പ്ലാവും എല്ലാം ഉള്ള ജലാശയങ്ങളും നെൽപ്പാടങ്ങളും എല്ലാം ബംഗാളിലും ആസാമിലും ഒക്കെ ഉണ്ട്. ഇതിനേക്കാൾ വളരെ ചെലവ് കുറഞ്ഞ് അവിടെ പോയിട്ട് സന്ദർശനം നടത്തിയിട്ട് വരാം. ശ്രീലങ്കയിൽ ചെന്നാലും ഇതൊക്കെ ഉണ്ട്. കേരളത്തിന് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ വരണം, ഗൗതം. വ്യവസായം വരണം. അതില്ലാതെ നടക്കത്തില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികള് മലയാളികളുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. അതായത് കേരളം ഭയങ്കര വിദ്യാസമ്പന്നരാണ്, ഈ വിദ്യാസമ്പന്നരെല്ലാം കൂടെ വെളിയിൽ പോയിട്ട് ഇങ്ങോട്ട് പൈസ അയച്ചുകൊണ്ടിരിക്കും. ചുമ്മാ പത്തനംതിട്ടയുടെ ഉദാഹരണം കണ്ടില്ലേ? വിദ്യാസമ്പന്നര് പോയാല് ഇങ്ങോട്ട് പൈസ അയക്കുമെന്നാ പറയുന്നത്. അയക്കില്ല. വിദ്യ കുറഞ്ഞവര് പോകുമ്പോഴാണ് പൈസ അയക്കുന്നത്. എന്താന്ന് വെച്ചാൽ അവർക്ക് അവിടെ പൗരത്വം കിട്ടത്തില്ല. പൗരത്വം കിട്ടുന്ന രാജ്യങ്ങളിലോ നല്ല ജോലിയുള്ളവരോ പൈസ അയക്കില്ല. പൈസ അയക്കുന്നത് ആരാണ്? ചെറിയ ജോലി ചെയ്യുന്നവര്, കടയിലെ സെയിൽസ്മാൻമാര്, മൊബൈൽ ഷോപ്പ് റിപ്പയർ വർക്ക് നടത്തുന്നവര്, സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവര്, ചെറിയ അക്കൗണ്ടൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവര്, കാറിന്റെയും മറ്റു ഷോറൂമിലുള്ളവര്, ഇവരൊക്കെയാണ് പൈസ അയക്കുന്നത്. ചെറിയ സെയിൽസ്മാൻമാരായിട്ടിരിക്കുന്നവര്. വലിയ ആരും ഇങ്ങോട്ട് അയക്കില്ല. അവരുടനെ കാനഡയ്ക്ക് കുടിയേറും. മനസ്സിലായോ? ഗൾഫിൽ പോയ പല ആൾക്കാരും, മലയാളികൾ ഉൾപ്പെടെ, ഞാൻ ഗൾഫിൽ 8 വർഷത്തോളം ജോലി ചെയ്ത എനിക്കറിയാം. ഗൾഫിൽ പോയിട്ട് പൈസ ഉള്ള നല്ല, അതായത് ഒരു ജനറൽ മാനേജർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് GM അതുപോലൊക്കെയുള്ള ഉന്നത പദവികളിൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവര് അവരുടനെ വിദേശത്ത് എങ്ങനെയെങ്കിലും കുടിയേറാൻ നോക്കും. ഓസ്ട്രേലിയ കുടിയേറാൻ നോക്കും. അവർക്ക് ഒരു 40 വയസ്സിനോടനുബന്ധിച്ച് അവർ ഗൾഫ് വിട്ടിട്ട് അവർ വേറെ രാജ്യത്തോട്ട് പോകുന്നു. അപ്പൊ ഇത് കാര്യം എളുപ്പമല്ല. ഞാനീ പറയുമ്പോ ചിലർക്ക് ഞാനൊരു ഒരു അശുഭ വാർത്ത പറയുന്ന ഒരാളായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നാം. ഞാൻ സത്യമാണ് പറയുന്നത്. ഇന്ന് പത്തനംതിട്ട, നാളെ കേരളം. കൊല്ലത്തു നിന്നും മലപ്പുറത്തും ഒക്കെ ഈ പറഞ്ഞ രീതി, പത്തനംതിട്ടയിൽ കുറച്ചുകൂടെ ഉന്നത ജോലികളിൽ ഇരുന്ന ഉണ്ടായിരുന്നു. കൊല്ലത്തു നിന്നും പിന്നെ മറ്റ് മലപ്പുറം, തിരുവനന്തപുരത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ പോകുന്നവർ പലരും അത്രയധികം ഉന്നത ജോലിക്കാരാവണമെന്നില്ല. അതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. അവരും പതുക്കെ പൈസ അയക്കുന്നത് കുറഞ്ഞോളൂ, പേടിക്കണ്ട. അധികം താമസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നേരത്തെ കാലത്തെ മുൻകൂട്ടി കേരളത്തിന്റെ മാറുന്ന സമ്പദ്ഘടനയുടെ പ്രത്യേകതകളും കേരളത്തിന്റെ റെമിറ്റൻസിന് വരാൻ പോകുന്ന മാറ്റങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു അതനുസരിച്ച് സാമ്പത്തിക പോളിസികൾ മാറ്റം വരുത്തിയിട്ട് വ്യവസായവൽകൃതമായ കേരളം ഉണ്ടാക്കിയില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ എക്സ്പോർട്ട് ഹ്യൂമൻ റിസോഴ്സസ് ആണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുടെ, കപട ബുദ്ധിജീവികളുടെ, അവരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണകൾക്കും പ്രൊപ്പഗണ്ടയ്ക്കും വശംവദരായിട്ട് മലയാളികൾ ഇരുന്നാല് ഈ തലമുറയിലെ ആൾക്കാർ ചിന്തിക്കേണ്ടത്, അതായത് ഞാൻ പറയുന്നത് എന്റെയൊക്കെ പ്രായമുള്ളവർ ചിന്തിക്കേണ്ടത്, ഞങ്ങളുടെ മക്കളാരും ഇനി ഞങ്ങൾക്ക് പൈസ അയച്ചു തരത്തില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ അച്ഛന്മാർക്ക് പൈസ അയച്ചു കൊടുത്തു, പക്ഷെ ഞങ്ങളുടെ മക്കള് ഞങ്ങൾക്ക് പൈസ അയച്ചു തരത്തില്ല. എനിക്ക് ഇത് കാണുന്ന പ്രേക്ഷകരോടും പറയാനുള്ള ഇതാണ്,
നിങ്ങൾ 50കളിലോ 40കളുടെ ഒടുവിലോ ആണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ മക്കൾ ഭാവിയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വരും ദിനങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് വീരവാദമൊക്കെ നിർത്തിയിട്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ സമ്പദ്ഘടനയെ ഒന്ന് മാറ്റിയെടുത്ത് കേരളത്തിന് പറ്റുന്ന വ്യവസായങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമെങ്കിൽ നമ്മുടെ വാർദ്ധക്യത്തിലേക്കും നമ്മുടെ ഭാവിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കും. എന്തായാലും എല്ലാവർക്കും ഞാൻ ഈ മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കേരളം പുതിയ ഒരു സാമ്പത്തിക സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ കണ്ടെത്തട്ടെ ഒക്കെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.